ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവതം ദശമസ്കന്ധത്തിലെ 23-ാം അധ്യായം 52 ശ്ലോകങ്ങൾ സംഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ 61-ാം ദശകം. വിപ്രപത്നി അനുഗ്രഹം എന്ന ഈ ദശകം വംശസ്ഥം വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തതഃ പ്ലസ് ച തതശ്ച വൃന്ദാവനതഃ പ്ലസ് അതിദൂരതഃ വൃന്ദാവനതോതിദൂരതോ എന്നായി മാറിയിരിക്കുന്നു. വനം ഗതസ്ത്വം. ഗതസ്ത്വം എന്ന വാക്ക് ശ്രദ്ധിക്കൂ. ഗതഃ പ്ലസ് ത്വം ആണ് ഗതസ്ത്വം. മൂന്നാമത്തെ ലൈനിൽ ഒന്നുമില്ല. നാലാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ അവിടെ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ, അതും സമസ്തപദമാണ്. പിരിക്കാനുള്ള പദങ്ങളൊന്നും കാണുന്നില്ല. നമുക്കിനി അന്വയം ശ്രദ്ധിക്കാം. തതഃ ച ഭക്തതര ദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം ഹൃദന്തരേ വഹൻ ത്വം ഗോപഗോകുലൈഃ വൃന്ദാവനതഃ അതിദൂരതഃ വനം ഗതഃ ഖലു. തതഃ ച അതിനുശേഷം എന്നുദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ ഗോപികൾക്ക് വസ്ത്രങ്ങളും അനുഗ്രഹവും കൊടുത്തതിന് ശേഷം ഭക്തതര ദ്വിജാംഗന, അതിഭക്തരായിട്ടുള്ള ദ്വിജൻ വിപ്രൻ, ദ്വിജാംഗന പ്രപത്നി, ബ്രാഹ്മണ പത്നിമാർ, അവരെ കൂടി കദംബകാനുഗ്രഹണാഗ്രഹം ഹൃദന്തരേ വഹൻ, അവരെ കൂടി ഒരുമിച്ച് കണ്ട് അനുഗ്രഹിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച്, ഹൃദന്തരേ വഹൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൂട്ടുകാരോടൊന്നും പറഞ്ഞില്ല, സ്വയം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ത്വം അങ്ങ് ഗോപകുലൈഹി സഹ ഇടയ കുട്ടികളോടും പശുക്കൂട്ടങ്ങളോടും കൂടി വൃന്ദാവനതഃ അതിദൂരതഃ വൃന്ദാവനത്തിൽ നിന്നും അതിദൂരത്തായുള്ള വനം ഗതഃ ഖലു വനത്തിലേക്ക് പോയല്ലോ. ഗോപികമാരെ അനുഗ്രഹിച്ച് അവർക്ക് വസ്ത്രങ്ങളും തിരികെ കൊടുത്തതിന് ശേഷം അത്യന്തം ഭക്തകളായിട്ടുള്ള കുറേ ബ്രാഹ്മണ പത്നിമാർ അടുത്ത് തന്നെയുള്ള ഗ്രാമത്തിൽ വസിച്ചിരുന്നു. അവരെ കൂടി അനുഗ്രഹിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഇടയ കുട്ടികളോടും പശുക്കൂട്ടങ്ങളോടും കൂടി അതിദൂരത്തായുള്ള ആ കാട്ടിലേക്ക് യാത്ര തിരിച്ചുവല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീദിവിയാചനായ താൻ. ഒന്നാമത്തെ ലൈനിൽ തതഃ എന്ന വാക്കാണ് തതോ എന്നായി മാറിയിരിക്കുന്നു. നിരീക്ഷ്യ ശരണേ, അശരണേ നിരീക്ഷ്യ, നിരീക്ഷ്യ പ്ലസ് അശരണേ ആണ് നിരീക്ഷ്യ ശരണേ. മൂന്നാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ അദൂരതഃ പ്ലസ് യജ്ഞപരാൻ, അദൂരതോ യജ്ഞപരാൻ എന്നായി മാറിയിരിക്കുന്നു. ഇനി നാലാമത്തെ ലൈനിൽ വ്യസർജയ എന്ന വാക്ക് വ്യസർജയോ എന്നായി മാറിയിരിക്കുന്നു. അത്രയുമേ ഉള്ളൂ. ബാക്കിയെല്ലാം സമസ്ത പദങ്ങളാണ്. നമുക്കിനി അന്വയം ശ്രദ്ധിക്കാം. തതഃ അശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം നിരീക്ഷ്യ അദൂരതഃ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി ദീദിവിയാചനായ താൻ വ്യസർജയ. തതഃ അനന്തരം അശരണേ വനാന്തരെ, അവർ അശരണരായി കാട്ടിനുള്ളിൽ, ആരും ആശ്രയത്തിനില്ലാതെ ആ കാട്ടിനുള്ളിൽ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം, കിശോരന്മാർ ബാലകന്മാരാണ്. കിശോരലോകം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഇടയ കുട്ടികളെയാണ്. ക്ഷുധിതം തൃഷാകുലം വിശപ്പും ദാഹവും കൊണ്ട് തളർന്നവരായി നിരീക്ഷ്യ കണ്ടിട്ട്, അവരുടെ കൈവശം ഭക്ഷണമുണ്ടായിരുന്നില്ല, അവരെല്ലാം വല്ലാതെ തളർന്നു. അദൂരതഃ വളരെ ദൂരെയല്ലാതെ, അതായത് അടുത്ത് തന്നെയായിട്ട്. യജ്ഞപരാൻ ദ്വിജാൻ, യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്വിജാൻ ബ്രാഹ്മണന്മാരെ പ്രതി ഉദ്ദേശിച്ച് ദീദിവിയാചനായ താൻ, ദീദിവി
ചോറ് അന്നം. ദീതിവിയാചനായ താൻ ഭക്ഷണം, അതായത് ചോറ് യാചിക്കുന്നതിനായി വിസർജയ പറഞ്ഞയച്ചു. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന കുട്ടികളെ കണ്ടപ്പോൾ കണ്ണൻ അവരോട് പറഞ്ഞു, അടുത്ത് തന്നെ യജ്ഞം നടത്തുന്നതിൽ തൽപരരായ കുറച്ച് ബ്രാഹ്മണരുണ്ട്, അവരുടെ അടുത്ത് എന്ന് വിശപ്പകറ്റാൻ കുറച്ച് ചോറ് യാചിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. യജ്ഞപരാൻ എന്നുദ്ദേശിച്ചിരിക്കുന്ന യജ്ഞം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ബ്രാഹ്മണരാണ്. അവർക്ക് നിഷ്കളങ്കമായ സദ്ഗുണത്തോടു കൂടിയ ഭക്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് യജ്ഞപരാൻ ദ്വിജാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. ഗതേഷ്വധോത്തേഷ്വഭിധായതേഭിധാം കുമാരകേഷ്വോദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂചുശ്ച മഹീസുരോത്തമാഃ. ഗതേഷു പ്ലസ് അധോ, ഗതേഷ്വധോ, തേഷു പ്ലസ് അഭിധായ, തേഷ്വഭിധായ, തേ പ്ലസ് അഭിധാം, തേഭിധാം. കുമാരകേഷു പ്ലസ് ഓദനയാജിഷു, കുമാരകേഷു ഓദനയാജിഷു. മൂന്നാമത്തെ ലൈനിൽ ശ്രുതിസ്ഥിരാഹ എന്നുള്ളത് ശ്രുതിസ്ഥിര എന്നായിട്ട് മാറിയിരിക്കുന്നു. അവിടെ വിസർഗം ലോപിച്ചു. ശ്രുതിസ്ഥിരാഹ പ്ലസ് അപി പ്ലസ് അഭിനിന്യുഹു പ്ലസ് അശ്രുതിം. ശ്രുതിസ്ഥിര അപ്യഭിനിന്യുരശ്രുതിം. നാലാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ കിഞ്ചിത് പ്ലസ് ഊജുഹു പ്ലസ് ച കിഞ്ചിദൂജുശ്ച. മഹീസുരഃ പ്ലസ് ഉത്തമാഃ, മഹീസുരോത്തമാഃ. ഇനി അന്വയം ശ്രദ്ധിക്കൂ. തേഷു കുമാരകേഷു ഗതേഷു പ്രഭോ തേ അഭിധാം അഭിധായ ഓദനയാജിഷു മഹീസുരോത്തമാഃ ശ്രുതിസ്ഥിരാഃ അപി അശ്രുതിം അഭിനുന്യുഹു ന കിഞ്ചിത് ഊജുഹു ച. തേഷു കുമാരകേഷു, ആ ഗോപകുമാരന്മാർ അങ്ങനെ ചെന്ന് ഗതേഷു പോയിട്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രഭോ, അല്ലയോ ഗുരുവായൂരപ്പ, തേ അഭിധാം, അവിടുത്തെ പേരും അഭിധായ പറഞ്ഞുകൊണ്ട് ഓദനയാജിഷു, ഓദനം യാചിച്ചു, അതായത് ചോറ് ചോദിച്ചു, അല്പം ഭക്ഷണം തരണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ മഹീസുരോത്തമാഹ, മഹീസുരൻ ബ്രാഹ്മണൻ, മഹീസുരോത്തമാഹ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, യോഗ്യന്മാരായ ബ്രാഹ്മണന്മാർ, അവരങ്ങനെ നടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ വാസ്തവത്തിൽ ഉത്തമന്മാരല്ല, ശ്രേഷ്ഠന്മാരല്ല, ബ്രാഹ്മണരാണ്, ശ്രേഷ്ഠന്മാരാണ്, യോഗ്യന്മാരാണ് എന്ന് നടിക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അവർ യോഗ്യരല്ല എന്നർത്ഥം. ശ്രുതിസ്ഥിരാഹ അപി, ശ്രുതിസ്ഥിരന്മാരെങ്കിലും, അതായത് ശ്രുതി വേദമാണ്, വേദങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുള്ളവരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും അശ്രുതിം അഭിനിന്യുഹു, കേൾവിയില്ലാത്തവരെ പോലെ പെരുമാറി. അതായത് കുട്ടികൾ ചോദിച്ചത് കേട്ടതായി പോലും ഭാവിച്ചില്ല. ഗുരുവായൂരപ്പ, അങ്ങ് പറഞ്ഞയച്ച ഗോപകുമാരന്മാർ അല്പം ചോറ് തരണേ എന്ന് യാചിച്ചപ്പോൾ അവർ കേട്ടതായി പോലും ഭാവിച്ചില്ല. അഭിനിന്യുരശ്രുതിം, ശ്രുതിയില്ലാത്തവരെ പോലെ, അതായത് കേൾവിശക്തി ഇല്ലാത്തവരെ പോലെ പെരുമാറി. ന കിഞ്ചിത് ഊജുഹൂജ, ഒന്നും തന്നെ പറഞ്ഞതുമില്ല. അഭിധായത്തെ അഭിധാം, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് വന്നവരാണ് ഞങ്ങൾ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് പറഞ്ഞയച്ചിട്ട് ചെന്നവരാണ് എന്ന് ആ ഇടയക്കുട്ടികൾ പറഞ്ഞുവെങ്കിലും അവർ കേട്ടതായി ഭാവിച്ചില്ലല്ലോ. വേദങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ട് ഭഗവത് പ്രീതിക്ക് വേണ്ടി യജ്ഞം നടത്തുന്ന ഈ ബ്രാഹ്മണർ ഇപ്രകാരം പെരുമാറുമെന്ന് കരുതാൻ സാധിക്കുമോ? ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ് അർത്ഥം. ഇനി നോക്കൂ, ബ്രാഹ്മണനല്ലെങ്കിൽ കൂടി വിശക്കുന്നവന് ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കണ്ടേ? അന്നദാനം മഹാദാനം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഈ ബ്രാഹ്മണർ അത് മറന്നുപോയി. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാഃ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുരാഃ
കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യത്തെ. പിരിക്കാനുള്ള പദങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ലൈനിൽ അനാദരാത് ഖിന്നധിയഃ, ഖിന്നധിയഃ ഖിന്നധിയോ എന്നായി മാറിയിരിക്കുന്നു. ഇനി അടുത്ത ലൈനിൽ വരുമ്പോൾ സമായയുഹു പ്ലസ് യുക്തം പ്ലസ് ഇദം, സമായയുർയുക്തമിദം എന്ന് വന്നിരിക്കുന്നു. ഇനി അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ ചിരാത് പ്ലസ് അഭക്താഹ, ചിരാദഭക്താഹ. ഇനി ഇത്രയുമേ ഉള്ളൂ പിരിക്കാനുള്ള പദങ്ങൾ. ബാക്കിയെല്ലാം സമസ്ത പദങ്ങളാണ്. നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. അനാദരാത് ഖിന്നധിയഃ ഹി ബാലകാഃ സമായയുഹു യജ്വസു ഇദം യുക്തം ഹി തേ മഹീസുരാः ചിരാത് അഭക്താः ഖലു തൈഹി കഥം ത്വയി ഭക്തം സമർപ്യത്തെ. അനാദരാത് ഖിന്നധിയഃ, ബ്രാഹ്മണന്മാരുടെ ഈ അനാദരവ് കണ്ടിട്ട് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട്, ഖിന്നധിയഃ ഖിന്നബുദ്ധികളായി, ഹി ബാലകാഃ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ആ ബാലകന്മാർ, സമായയുഹു അങ്ങയുടെ അടുത്തേക്ക് മടങ്ങി വന്നുവല്ലോ. യജ്വസു ഇദം യുക്തം ഹി, യജ്ഞപരന്മാരായ, അതായത് കേവലം കർമ്മനിരതരായ ബ്രാഹ്മണരുടെ വിഷയത്തിൽ ഇത് യുക്തം തന്നെയാണ്. യാഗം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഭഗവാനെ അറിയില്ല, ഭക്തി എന്താണെന്നറിയില്ല. അതുകൊണ്ടാണ് അവർ കുട്ടികളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരുന്നതും അവർക്ക് ഭക്ഷണം നൽകാതെ അനാദരിച്ചതും. തേ മഹീസുരാഹ, ആ ബ്രാഹ്മണരാകട്ടെ, ചിരാത് അഭക്താഹ ഖലു, അവരാകട്ടെ പണ്ട് തന്നെ, അതായത് വളരെ കാലങ്ങളായി അഭക്തന്മാരാണ്. അഭക്താഹ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഭക്തിയില്ലാത്തവരെന്നും, അതായത് ഭക്തന്മാരല്ലാത്തവരെന്നും, ചോറ് കൈവശം ഇല്ലാത്തവരെന്നും. ഭക്തം എന്ന വാക്കിന് ചോറ് എന്നർത്ഥമുണ്ട്. വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു വലഞ്ഞു വന്ന ആ ഇടയ കുട്ടികൾക്ക് കൊടുക്കുവാനായി അവരുടെ പക്കൽ ചോറുണ്ടായിരുന്നില്ല എന്നും അഭക്താഹ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ബ്രാഹ്മണർക്ക് ഭക്തി ഉണ്ടായിരുന്നില്ല. ഭക്തിയുടെ ലക്ഷണം നാരദൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സാ തസ്മിൻ പരമപ്രേമരൂപ, ഭക്തി ഈശ്വരനോടുള്ള ഏകാന്ത പ്രേമസ്വരൂപമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൈഹി അവർ, കഥം ത്വയി ഭക്തം സമർപ്യതേ, അങ്ങനെ ഇരിക്കെ അവർ പിന്നെ എങ്ങനെയാണ് അങ്ങേക്കായി ചോറ് സമർപ്പിക്കുന്നത്, അതായത് ഭക്ഷണം കൊടുത്തയക്കുന്നത്? ഭക്തിയില്ലാത്തത് കൊണ്ട് തന്നെ അവർ ദാനം എന്ന വിശിഷ്ട കർമ്മത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. നമുക്ക് ഇനി അടുത്ത ശ്ലോകം നോക്കാം. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാഃ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാസ്തേ ദാരകാ ദാരജനം യയാചിരേ. ഒന്നാമത്തെ ലൈനിൽ പിരിക്കാനായി പദങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ ദിശേയുഹു പ്ലസ് അന്നം, ദിശേയുരന്നം, കരുണാകുലാഹ പ്ലസ് ഇമാഹ, കരുണാകുല ഇമാഹ, വിസർഗം ലോപിച്ചു പോയിരിക്കുന്നു. മൂന്നാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ ഭവതേരിത ഗതാസ്തേ ദാരകാ ദാരജനം, ഭവത പ്ലസ് ഇതി പ്ലസ് ഈരിതാഹ പ്ലസ് ഗതാഹ പ്ലസ് തേ, ഭവതേരിതാഗതാസ്തേ. ദാരകാഹ പ്ലസ് ദാരജനം, ദാരകാ ദാരജനം, അവിടെയും വിസർഗം ലോപിച്ചു പോയിരിക്കുന്നു. ഇനി നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. ഗൃഹിണീജനായ മാം നിവേദയധ്വം കരുണാകുലാഹ ഇമാഹ അന്നം ദിശേയുഹു ഇതി ഭവത സ്മിതാർദ്രം ഈരിതാഹ തേ ദാരകാഹ ഗതാഹ ദാരജനം യയാചിരേ. ഗൃഹിണീജനായ മാം നിവേദയധ്വം, ഇത് കണ്ണൻ പറയുന്നതാണ്. ഗൃഹിണീജനം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ബ്രാഹ്മണരുടെ പത്നിമാരെയാണ്. മാം നിവേദയധ്വം എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി പറയുവിൻ, അവരെ ചെന്ന് കണ്ട് എന്നെപ്പറ്റി പറയുവിൻ. കരുണാകുലാഹ ഇമാഹ, ബ്രാഹ്മണ പത്നിമാർ കാരുണ്യമുള്ളവരാണ്.
നന്മ നിറഞ്ഞവരാണ്. അന്നം ദിശേയുഹു, ഭക്ഷണം തരാതിരിക്കയില്ല എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഭക്ഷണം തരും. ഇതി ഭവതാ സ്മിതാർദ്രം ഈരിതാഹ, ഇപ്രകാരം അങ്ങ് സ്മിതാർദ്രം പുഞ്ചിരി തൂകിക്കൊണ്ട് ഈരിതാഹ അരുളി ചെയ്തപ്പോൾ തേ ദാരകാഹ, ആ ഗോപകുമാരന്മാർ ഗതാഹ പോയിട്ട് ദാരജനം ബ്രാഹ്മണ പത്നിമാരോട് യയാചിരേ യാചിച്ചു, അന്നം യാചിച്ചു എന്നർത്ഥം. ഇവിടെ സ്മിതാർദ്രം എന്ന് പറഞ്ഞിരിക്കുന്നതിന് ആദ്യം തന്നെ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്തേക്ക് ഇവരെ അയക്കാമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ എല്ലാം അറിയാം. ബ്രാഹ്മണന്മാർ യാഗം ചെയ്യുന്നുണ്ട്, ദേവന്മാരെ പ്രീതിപ്പെടുത്താനാണ് അവർ യാഗം ചെയ്യുന്നത്. എന്നിരുന്നാലും അവർ കപടഭക്തന്മാരാണ് എന്ന് ഭഗവാൻ അറിയാം. ആദ്യം തന്നെ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്തേക്ക് ഗോപകുമാരന്മാരെ ഭക്ഷണത്തിനായി അയച്ചാൽ മതിയായിരുന്നു, പക്ഷേ ചെയ്തില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹാഃ സ്വകൈർനിരുദ്ധാ അപി തൂർണമായയൂ. ഇവിടെ 1ാമത്തെ ലൈനിൻ്റെ അവസാനം നോക്കൂ. ത്വയി സംഭ്രമാകുലാഃ പ്ലസ് ചതുർവിധം, സംഭ്രമാകുലാശ്ചതുർവിധം. ഇനി 4ാമത്തെ ലൈൻ നോക്കൂ. സ്വകൈഹി പ്ലസ് നിരുദ്ധാഹ പ്ലസ് അപി, സ്വകൈർ നിരുദ്ധ അപി. തൂർണം പ്ലസ് ആയയുഹു, തൂർണം ആയയുഹു. ഇത്രമേ ഉള്ളൂ പിരിക്കാനുള്ള പദങ്ങൾ. നമുക്കിനി അന്വയം നോക്കാം. ത്വയി ഗൃഹീത നാംനി ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹാഃ താഃ സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ സ്വകൈഃ നിരുദ്ധാഃ അപി തൂർണം ആയയുഹു. ത്വയി ഗൃഹീത നാംനി, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട നാമം എടുത്തു പറഞ്ഞപ്പോൾ ചിരം ധൃതത്വത് പ്രവിലോകനാഗ്രഹാഃ, വളരെ കാലമായി അങ്ങയെ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന താഹ സംഭ്രമാകുലാഹ, ആ ബ്രാഹ്മണ പത്നിമാർ നന്നേ സംഭ്രമിച്ച് പരിഭ്രമിച്ച് ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ, 4 വിധത്തിലുള്ള സദ്യവട്ടം ഒരുക്കിയിട്ട്. ചതുർവിധം എന്ന് പറഞ്ഞിരിക്കുന്നത് 4 തരത്തിലുള്ളത്. എരിവ്, പുളി, മധുരം, ഉപ്പ് എന്നീ രസങ്ങൾക്ക് മുൻതൂക്കമുള്ളവയുമാകാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതല്ലെങ്കിൽ ഭക്ഷ്യം, ഖാദ്യം, പേയം, ലേഹ്യം എന്നിങ്ങനെ 4 തരത്തിലുള്ളവയും ആകാം. ഏതായാലും ഇടയ കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ 4 തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരുക്കിയിട്ട് പ്രഗൃഹ്യ, അവയെല്ലാം ധാരാളം കോരിയെടുത്തുകൊണ്ട് സ്വകൈഹി നിരുദ്ധാഹ അപി, ഭർത്താക്കന്മാർ തടഞ്ഞുവെങ്കിലും സ്തൂർണം ആയയുഹു, വളരെ ബന്ധപ്പെട്ട് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നുവല്ലോ. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ ആ ബ്രാഹ്മണ പത്നിമാർക്ക് ദർശനം കൊടുക്കാനായി കാത്തു നിൽക്കുന്നത് പോലെയാണ് ഭഗവാന്റെ നിൽപ്പ്. വിലോലപിഞ്ചം ചിഗുരേ കപോലയോ സമുല്ലസത് കുണ്ടലമാർദ്രമേക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാഃ. നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ ആദ്യം നോക്കാം. ഇവിടെ 1ാമത്തെ ലൈനിൽ ഒന്നും കാണുന്നില്ല. 2ാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ സമുല്ലസത് കുണ്ടലമാർദ്രമീക്ഷിതേ, കുണ്ടലം പ്ലസ് ആർദ്രം പ്ലസ് ഈക്ഷിതേ, കുണ്ടലമാർദ്രമീക്ഷിതേ എന്ന് വന്നിരിക്കുന്നു. ഇനി ബാക്കിയെല്ലാം സമസ്ത പദങ്ങൾ തന്നെയാണ്. നമുക്ക് അന്വയം നോക്കാം. ചിഗുരേ വിലോലപിഞ്ചം കപോലയോഹോ സമുല്ലസത് കുണ്ടലം ഈക്ഷിതേ ആർദ്രം സുഹൃദംസ സീമനി ബാഹും നിധായ സ്ഥിതം ഭവന്തം താഹ സമലോകയന്ത. ചിഗുരം കൂന്തൽ മുടിക്കെട്ട്, വിലോലപിഞ്ചം
ഇളകിയാടുന്ന മയിൽപീലികൾ. കപോലയോഹോ കവിൾത്തടങ്ങളിൽ സമുല്ലസത് കുണ്ടലം. കുണ്ടലങ്ങളുടെ ശോഭ കവിൾത്തടങ്ങളിൽ ഓളം വെട്ടിക്കൊണ്ടിരുന്നു. ഈക്ഷിതേ ആർദ്രം ആർദ്രമായ നോട്ടത്തോടുകൂടി. ഭഗവാന്റെ ആ നിൽപ്പിനെ വർണ്ണിക്കുകയാണ്. ആ രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്കൂ. കരുണ നിറഞ്ഞ കടാക്ഷത്തോടുകൂടി സുഹൃദംസ സീമനി ബാഹും നിധായ. സുഹൃത്തിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന ഭവന്തം അങ്ങയെ താഹ സമലോകയന്ത. അവർ ആ ഗോപസ്ത്രീകൾ നന്നായി കണ്ടു. ബ്രാഹ്മണ സ്ത്രീകളാകട്ടെ അങ്ങയുടെ ആ മനോഹരമായ ദിവ്യരൂപം കണ്ട് സ്വയം മറന്ന് ആനന്ദത്തിൽ ആറാടി നിന്നുപോയി. കണ്ണടച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമുക്കും ആ മനോഹര ദിവ്യരൂപത്തെ കാണാൻ കഴിയും. നമുക്കും ആ മോഹന രൂപം കണ്ട് ആനന്ദിച്ച് സ്വയം മറക്കാം. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. തഥാ ച കാചിത് ത്വദുപാഗമോദ്യത ഗൃഹീതഹസ്ത ദയിതേന യജ്വന തദൈവ സഞ്ചിന്യ ഭവന്തമഞ്ജസ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ. ആദ്യം പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. 1ഉം 2ഉം ലൈനിലൊന്നും കാണുന്നില്ല. 3ാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ തദൈവ, തദാ പ്ലസ് ഏവ തദൈവ, ഭവന്തം പ്ലസ് അഞ്ജസ ഭവന്തമഞ്ജസ. ഇനി കൃതിനി പ്ലസ് അസൗ ആണ് കൃതിന്യസൗ. ഇത്രയുമേ ഉള്ളൂ. ഇനി നമുക്ക് അന്വയം നോക്കാം. ച ത്വദുപാഗമോദ്യത കാചിത് യജ്വന ദയിതേന ഗൃഹീതഹസ്ത ഭവന്തം സഞ്ചിന്യ തഥാ ഏവ അഞ്ജസ കൈവല്യം വിവേശ അഹോ അസൗ കൃതിനി. തഥാച അപ്പോഴാകട്ടെ ത്വദുപാഗമോദ്യത അങ്ങയുടെ അടുത്തേക്ക് വരാനായി ഉദ്യമിച്ച, അതായത് അങ്ങയുടെ അടുത്തേക്ക് ഓടി വരാൻ ആഗ്രഹിച്ച കാചിത് യജ്വന ദയിതേന ഒരു ബ്രാഹ്മണ പത്നി യജ്വന ദയിതേന യാഗശീലനായ, അതായത് യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തം ഭർത്താവിനാൽ ഗൃഹീതഹസ്ത കൈക്ക് പിടിച്ച് നിർത്തപ്പെടുകയും, അതായത് ഭർത്താവ് വന്ന് തടഞ്ഞു. ഭവന്തം സഞ്ചിന്യ അങ്ങയെ നന്നായി ചിന്തിച്ചിട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് തഥാ ഏവ അഞ്ജസ അപ്പോൾ തന്നെ പെട്ടെന്ന് കൈവല്യം വിവേശ മോക്ഷം പ്രാപിക്കുകയും ചെയ്തുവല്ലോ. അഹോ എന്താശ്ചര്യം, അസൗ കൃതിനി അവളത്രേ ഭാഗ്യശാലിനി, പുണ്യം ചെയ്തവൾ, ഭാഗ്യം ചെയ്തവൾ എന്ന് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. ബ്രാഹ്മണന്മാരാകട്ടെ ഭഗവത് പ്രീതിക്കായി, ആ ഭഗവത് ദർശനത്തിനായി മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിരന്തരം യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സിദ്ധിക്കാത്ത ഭാഗ്യം മനസ്സിൽ നന്നായി ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന ബ്രാഹ്മണ പത്നിമാർക്ക് നിഷ്പ്രയാസം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ രുക്മിണിയുടെയും സത്യഭാമയുടെയും കഥ ഓർത്തു പോവുകയാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു തുളസിയില എടുത്ത് തുലാസിൻ്റെ തട്ടിൽ വെച്ചപ്പോൾ പെട്ടെന്ന് ഭഗവാൻ ഇരുന്ന തട്ട് മുകളിലേക്ക് ഉയർന്നു പോയി. നിങ്ങൾക്കും ആ കഥ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ശാരീരികമായ വ്യാപാരത്തെക്കാൾ മാനസിക വ്യാപാരത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ബ്രാഹ്മണ പത്നിമാർ മനസ്സിൽ ധ്യാനിച്ചപ്പോഴേക്കും അവർക്ക് ഭഗവത് ദർശനം സാധ്യമായി അല്ലേ? ഭഗവത് പ്രീതിക്കായി യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന ബ്രാഹ്മണർക്കാകട്ടെ അവർ കഠിന പ്രയത്നം ചെയ്തിട്ടും ദർശനം ലഭിച്ചില്ല. അവരുടെ പത്നിമാർക്കാകട്ടെ നിഷ്പ്രയാസം ആ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. ആദായ ഭോജ്യാന്യനുഗൃഹ്യത പുനസ്ത്വദംഗസംഗ സ്പൃഹയോജ്ജതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാശ്ചഗർധ ഭർത്തॄനഭിസ്താസ്വഗർഹണാൻ. 1ാമത്തെ ലൈൻ നോക്കൂ. ഭോജ്യാന്യനുഗൃഹ്യ, ഭോജ്യാനി പ്ലസ് അനുഗൃഹ്യ, ഭോജ്യാന്യനുഗൃഹ്യ. പുനഃ
പ്ലസ് ത്വത് പ്ലസ് അംഗസംഗസ്പൃഹയാ പ്ലസ് ഉജ്ജതീഹി പ്ലസ് ഗൃഹം. പുനസ്ത്വതംഗസംഗസ്പൃഹയോജ്ജതീർഗൃഹം. ശ്രദ്ധിച്ചു വായിക്കണം, അക്ഷരങ്ങൾ തെറ്റിപ്പോകാതെ. ഇനി അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ വിസർജയന്നിമാശ്ചകർധ ഭർത്തॄനപി. വിസർജയൻ പ്ലസ് ഇമാഹ പ്ലസ് ചകർധ പ്ലസ് ഭർത്തॄൻ പ്ലസ് അപി. വിസർജയന്നിമാശ്ചകർധ ഭർത്തॄനപി. താസു പ്ലസ് അഗർഹണാൻ, താസു അഗർഹണാൻ. ഇനി നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. ഭോജ്യാനി ആദായ പുനഃ താഹ അനുഗൃഹ്യ ത്വദംഗസംഗസ്പൃഹയ ഗൃഹം ഉജ്ജതീഹി വിലോക്യ ഇമാഹ യജ്ഞായ വിസർജയൻ ഭർത്തॄൻ അപി താസു അഗർഹണാൻ ചകർധ. ഭോജ്യാനി ആദായ, ഭോജ്യപദാർത്ഥങ്ങൾ അതായത് ഭക്ഷണ സാധനങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് പുനഃ താഹ അനുഗൃഹ്യ, അനന്തരം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. അല്ലയോ ഗുരുവായൂരപ്പ, ആ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിച്ചിട്ട് ത്വദംഗസംഗസ്പൃഹയ, അങ്ങയുടെ അവയവങ്ങൾ സ്പർശിക്കാനുള്ള ആഗ്രഹം, അതായത് അങ്ങയുടെ ആ തിരുവുടൽ ഒന്ന് സ്പർശിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഗൃഹം ഉജ്ജതീഹി വിലോക്യ, ഗൃഹം വിട്ട് ഇറങ്ങിപ്പോന്നവരാണ് എന്ന് കണ്ടിട്ട് ഇമാഹ യജ്ഞായ വിസർജയൻ, അവരെ യാഗാനുഷ്ഠാനത്തിനായിട്ട് തന്നെ വിസർജയൻ തിരിച്ചയക്കുകയും ചെയ്തുവല്ലോ. ഭർത്തॄൻ അപി, ഭർത്താക്കന്മാരെയും താസു, ആ ബ്രാഹ്മണ സ്ത്രീകളിൽ അഗർഹണാൻ ചകർധ, നിന്ദാഭാവമില്ലാത്തവരാക്കി തീർത്തു. അതായത് ഭർത്താക്കന്മാർ അവരെ തടഞ്ഞുവല്ലോ, അവരിൽ സ്വഭർത്താക്കന്മാരായ ബ്രാഹ്മണന്മാരുടെ അപ്രീതി ഉണ്ടാകാത്ത വിധത്തിൽ ആക്കി തീർക്കുകയും ചെയ്തു എന്നർത്ഥം. അതായത് ഭഗവാനെ കാണാനായി ഭർത്താക്കന്മാരുടെ അനുമതിയില്ലാതെ ഓടിപ്പോന്നവരാണ് ആ ബ്രാഹ്മണ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് അവരിൽ അപ്രീതി ഉണ്ടാകരുത് എന്ന ഭാവത്തോടുകൂടി ആക്കി തീർത്തു എന്നർത്ഥം. ഏത് നിലയിലും സ്വധർമ്മം ഉപേക്ഷിച്ചുകൂടാ. മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ധർമാനുഷ്ഠാനം കൊണ്ടാണ് മഹർഷിമാർ സംസാരസാഗരം തരണം ചെയ്യാൻ ശക്തരായത്. ലോകം നിലനിൽക്കുന്നത് തന്നെ ധർമ്മം നിമിത്തമാണ്. ദേവന്മാർക്ക് മേന്മയുണ്ടായതും ധർമ്മത്താൽ തന്നെ. ധർമ്മത്തിൽ തന്നെയാണ് ധനത്തിൻ്റെയും നിലനിൽപ്പ്. ഏത് കർമ്മവും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് മനസ്സിലാക്കുക. നമുക്കിനി ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം നോക്കാം. നിരൂപ്യദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭിः പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതോ ദ്വിജൈർമരുത്പുരാധീശ നിരുന്ധി മേഘതാൻ. പിരിക്കാനുള്ള പദങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ലൈനിൽ നിജം പ്ലസ് അങ്കനാജനെ, നിജമങ്കനാജനെ. രണ്ടാമത്തെ ലൈനിൽ പുനഃ പ്ലസ് വിചാരിഭിഹി, പുനർവിചാരിഭിഹി. മൂന്നാമത്തെ ലൈനിൽ പ്രബുദ്ധ തത്വൈഹി പ്ലസ് ത്വം പ്ലസ് അഭിഷ്ടുതഃ, പ്രബുദ്ധ തത്വൈസ്ത്വം അഭിഷ്ടുതോ എന്നായിരിക്കുന്നു. ദ്വിജൈഹി എന്നത് ദ്വിജൈർ എന്നായിരിക്കുന്നു, രേഭം വന്നു. ഇനി അന്വയം നോക്കൂ. ദ്വിജൈഹി പുനർവിചാരിഭിഹി നിജം ദോഷം നിരൂപ്യ അങ്കനാജനെ ഭക്തിം വിലോക്യ ച പ്രബുദ്ധ തത്വൈഹി ത്വം അഭിഷ്ടുതഃ മരുത്പുരാധീശ മേഘദാൻ നിരുന്ധി. ദ്വിജൈഹി ബ്രാഹ്മണന്മാർ, ആ യാഗം ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മണന്മാർ. പുനർവിചാരിഭിഹി പിന്നെ വിചാരശീലരായിട്ട്, അതായത് ഭഗവത് ചിന്തയിൽ മുഴുകിയിട്ട്. നിജം ദോഷം നിരൂപ്യ തങ്ങളുടെ ദോഷം, സ്വന്തം ദോഷം കണ്ടറിയുകയും, അതായത് അവർ തന്നെത്താൻ വിശകലനം ചെയ്തു, സ്വയം ആത്മപരിശോധന നടത്തി അവനവനെ പറ്റി തിരിച്ചറിയുകയും ചെയ്തു. അങ്കനാജനെ ഭക്തിം വിലോക്യ, അങ്കന സ്ത്രീ, അങ്കനാജനയുടെ ബ്രാഹ്മണ പത്നിമാരുടെ ഭക്തിയെ കണ്ടിട്ട് പ്രബുദ്ധ തത്വൈഹി ആ പരബ്രഹ്മ തത്വത്തെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ത്വം അഭിഷ്ടുതഃ അങ്ങയെ നന്നായിട്ട് അങ്ങ് സ്തുതിച്ചു. മരുത്പുരാധീശ മേ ഗതാൻ നിരുന്ധി അവിടുന്ന്
എൻ്റെ രോഗങ്ങളെ നന്നായി തടയണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങ്. അല്ലയോ ഗുരുവായൂരപ്പ, മരുത്പുരാധീശ, അങ്ങ് എൻ്റെ രോഗങ്ങളെ ഗതാൻ നിരുന്ധി നന്നായി തടയണമേ. ഇവിടെ പരമാർത്ഥം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. എല്ലാം ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരേ ഒരു മാർഗം ഭക്തി തന്നെയാണ്, നിഷ്കാമ ഭക്തി തന്നെയാണ്, നിഷ്കളങ്ക ഭക്തി തന്നെയാണ്. ഈ ബ്രാഹ്മണ സ്ത്രീകളുടെ നിഷ്കളങ്ക ഭക്തി തിരിച്ചറിഞ്ഞിട്ട് ആ ബ്രാഹ്മണന്മാർ ഭഗവാനെ നന്നായി സ്തുതിച്ചു. അവർ അവരുടെ തന്നെ ദോഷങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി ഭക്തി തന്നെയാണെല്ലാം, അതിനേക്കാൾ മുകളിലായി മറ്റൊന്നുമില്ല എന്ന് അവർ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങയെ ഞാനും സ്തുതിക്കുന്നു. എൻ്റെ ഈ രോഗങ്ങളെയെല്ലാം മാറ്റിത്തരണമേ, നന്നായി തടയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ 61-ാം ദശകവും അവസാനിപ്പിച്ചിരിക്കുകയാണ്. 62-ാം ദശകവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസ്, ഞാൻ കമൻസ് ഒന്നും കാണുന്നില്ല. കമൻസ് ഒരഭിപ്രായവും ഇല്ലാത്തവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ദയവായി കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാൻ മടി കാണിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ദയവായി എഴുതുക. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.